ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് പിങ്കി കമലമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തു. പുള്ളിക്കാരിക്ക് അത് കേട്ട് കഴിഞ്ഞ് പാട്ടി കിട്ടിയതുപോലെ ആയിപ്പോയിട്ടോ. എനിക്കിത് വേണം, എനിക്കിത് തന്നെ കിട്ടണം എന്നും പറഞ്ഞ് കമലമ്മ പിങ്കിയോട് പറയുക. ഓരോരുത്തരും മാറി മാറി എന്തുമാത്രം കണ്ണിക്കടിച്ചു പറയുന്നുണ്ടെന്നറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കനകമ്മ ചേച്ചി ഇപ്പം അതൊന്നും മൈൻഡ് ചെയ്യാൻ പോവണ്ട, പറയുന്നവരൊക്കെ അത് പറഞ്ഞോട്ടെ എന്ന് പിങ്കി പറയാം. അങ്ങനെ വിചാരിച്ച് എനിക്ക് വെറുതെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഒന്നുമില്ലെങ്കിലും ആ ഹർത്താൽ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയാലേ പൊലിയുന്ന ജീവനായിരുന്നു, അത് തിരിച്ചു പിടിച്ചതേ ഈ കനകമ്മയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ പിങ്കിയോട് പറയുക. അങ്ങനെ ആരും പ്രാഗിയെ നേർന്നും ദൃഷ്ടിദോഷം വരുത്താൻ ഞാൻ സമ്മതിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു കനകമ്മ. എനിക്കറിയാം അവർക്ക് എന്തു പണിയാ കൊടുക്കേണ്ടതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് കനകമ്മ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പിങ്കി മുതലാളി അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നന്ദൂട്ടനും ഗൗരിയും കൂടി ഇങ്ങനെ നടന്നിങ്ങനെ വരുക കേട്ടോ. അപ്പോൾ നന്ദൂട്ടനും ഗൗരിയും കൂടി ഇങ്ങനെ നടന്നു വരുന്ന ഈ സമയത്ത് കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഗൗരി കുഞ്ഞു കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്താ എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചപ്പം അതൊരു മെസ്സേജാന്ന് പറഞ്ഞു. മെസ്സേജോ? എന്ത് മെസ്സേജ്? അത് പറഞ്ഞാലേ സസ്പെൻസ് പോവില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ച് നടന്നു വരുന്ന സമയത്താണ് പുറകിൽ കൂടെ വണ്ടി വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു പോകുന്നു. ആ സമയത്ത് ഒരു വണ്ടിയിൽ വരുന്ന രണ്ടുപേര് ഇത് പിള്ളേരെ കണ്ടു. അത് നമ്മുടെ ഡോക്ടറുടെ സന്തതിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ പരസ്പരം പറയുക. അതെ അതെ, ഒരെണ്ണം അതെ, ആ ചെറുക്കൻ ഏതാ എന്നിങ്ങനെ എന്നിട്ട് ഇവന്മാർ പരസ്പരം പറയുക. പെണ്ണിൻ്റെ വല്ല കൂട്ടുകാരനും ആയിരിക്കും എന്നും പറഞ്ഞ് ഇയാൾ പറയാം. മഞ്ജു മേഡത്തിൻ്റെ മകൻ നവീൻ അകത്ത് കിടക്കുകയല്ലേ, മേഡത്തിൻ്റെ നെഞ്ചിലൊരു നെരിപ്പോടാ ആ എരിയുന്നത്, അതിൻ്റെ നീറ്റല് ആ ഡോക്ടറും അറിയട്ടാടാന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയെയും നന്ദൂട്ടനെയും വണ്ടി ഇടിപ്പിക്കാനായിട്ട് ഇവന്മാർ നോക്കുക. അപ്പോൾ മക്കളെപ്പറ്റി ആലോചിച്ച് ഓടട്ടെ കുറച്ച് ഡോക്ടറെന്നും പറഞ്ഞുകൊണ്ട് ഈ ചേട്ടന്മാർ ഈ പിള്ളേരെ ഇടിപ്പിക്കാതെ വണ്ടി അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ഇതാരാ ഗൗരി എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം മിഠായി തരാമെന്നും പറഞ്ഞ് ഇവർ കൊച്ചുങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ആ സമയത്ത് ഗൗരി പറഞ്ഞു, നീ മേടിക്കരുത്, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മറ്റാരും തരുന്നൊന്നും വാങ്ങിച്ച് കഴിക്കരുതെന്ന് ഗൗരി പറഞ്ഞു. ഡോക്ടർ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പം എൻ്റെ അമ്മ എങ്ങനെ അറിയാം? അതൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ. ഇന്ന് മോള് സ്കൂളിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പോകണം, അമ്മ വന്നിട്ട് പോകും. അമ്മ ഇനിയിപ്പോൾ എപ്പോൾ വരാനാ? അങ്കിൾ കൊണ്ടുപോയി വിടാലോ? വേണ്ട, കൊണ്ടുവിടാലോ എന്ന് പറഞ്ഞു കൊച്ചിനോട് ഇവന്മാർ. അപ്പം അതൊന്നും വേണ്ടാന്ന് ഗൗരി പറയുമ്പോൾ അത് നീയാണോട് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കുക. അങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇവന്മാരെടുത്ത് വണ്ടിയിലേക്ക് കയറ്റാൻ തുടങ്ങുകയും നമ്മുടെ നന്ദൂട്ടൻ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വെച്ചു. തൊട്ടടുത്ത നിമിഷം വരുന്നു നമ്മുടെ ഗൗതം മഹേശ്വർ എന്ന് പറയുന്ന ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ മുന്നിൽ വന്ന് നിൽക്കുക. അപ്പം ഗൗതത്തിനെ കണ്ടപ്പോഴേ കുമാരി ഞെട്ടി. ഹായ് പപ്പ എന്നും പറഞ്ഞ് നന്ദൂട്ടൻ ഇവന്മാർ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. ഗൗതം ഓടി വന്നപ്പോഴേക്കും ഇവന്മാർ കൊച്ചിനെ നിലത്ത് നിർത്തി. ഇതാരാ മോനെന്ന് ചോദിക്കുമ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ഡോക്ടർ ആൻറ്റിയുടെ മോൻ, ഇവർ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയപ്പാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദൂട്ടൻ പറഞ്ഞു. അപ്പം നിങ്ങളൊക്കെ ആരാന്ന് ചോദിച്ചു നമ്മുടെ ഗൗതം. അത് ചോദിക്കുക നീ ആരാണാന്ന് തിരിച്ച് ചോദിച്ചു. ഞാൻ ആരാണെന്ന് അറിയണോ? അപ്പോൾ ഞാൻ ആരാണെന്ന് അറിയണോടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം തോക്കെടുത്ത് ഇവന്മാരുടെ നേരെ അങ്ങ് നീട്ടി. ഇവന്മാർ രണ്ട് ഞെട്ടിപ്പോയി കേട്ടോ. തോക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഗൗതം നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ സ്വന്തം മക്കൾക്ക് രക്ഷകനായിട്ട് നമ്മുടെ ഗൗതം തന്നെ പറന്നെത്തി. അപ്പോൾ പോലീസാടാ എന്ന് പറഞ്ഞു കേട്ടോ. സോറി സർ കയറിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ രണ്ടുപേരും കൂടെ വണ്ടിയെ കയറി അങ്ങ് പോയി. വണ്ടി എടുക്കണോ എന്നും പറഞ്ഞ് അവന്മാരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദൂട്ടനും ഗൗരിയും കൂടെ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ അച്ഛൻ ഐ മിസ് യു അച്ഛാന്നും പറഞ്ഞ് എഴുതി വെച്ചെടുത്ത് അച്ഛൻ ഉടനെ വരുമെന്നും പറഞ്ഞ് എഴുതി തീർന്നതിന് മുന്നേ തന്നെ മോളെ കാണാനുള്ള ഭാഗ്യം നമ്മുടെ ഗൗതത്തിനുണ്ടായി, അച്ഛനെ കാണാനുള്ള ഭാഗ്യം മകൾക്കും ഉണ്ടായി. അങ്ങനെ നമ്മുടെ ഗൗതം ഇങ്ങനെ വല്ലാത്തൊരിതിൽ നിൽക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ നന്ദൂട്ടനെ ചേർത്തങ്ങ് പിടിച്ചു. അതുപോലെ തന്നെ ഗൗരിയെയും. നിങ്ങൾ രണ്ടുപേരും പേടിച്ചു പോയെന്ന് ചോദിച്ചു. അപ്പോൾ പേടിച്ചെന്ന് പറഞ്ഞു. പപ്പ വന്നപ്പോൾ ഞങ്ങളുടെ പേടി പോയെന്ന് നന്ദൂട്ടൻ പറയുക. ഇത് ഗൗരി ഡോക്ടർ ആൻറ്റിയുടെ മോളാണെന്ന് പറഞ്ഞപ്പോൾ തലയിലൊക്കെ തലോടി നമ്മുടെ ഗൗതം ഇങ്ങനെ ഗൗരിയെ കൊഞ്ചിക്കുക. അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ തനിച്ച റോഡിൽ? ഞങ്ങൾ സ്കൂളിലോട്ട് പോവുക, ഗൗരിയുടെ അമ്മ വന്നിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോൾ എന്നിട്ട് അമ്മ എവിടെയാണെന്ന് ചോദിച്ചു. അമ്മ വീട്ടിലാണെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്കേ സ്കൂളിലേക്ക് പോകാം. അപ്പം അമ്മ എന്ത് ചെയ്യുമെന്ന് ഗൗരി ചോദിക്കുമ്പോൾ ഞാൻ പ്രിൻസിപ്പളിനെ വിളിച്ചു പറയാം നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടെന്ന്. അയ്യോ അമ്മ പേടിക്കും എന്ന് നമ്മുടെ ഗൗരി പറയുമ്പോൾ പ്രിൻസിപ്പള് അമ്മയോട് സ്കൂളിലേക്ക് വരാൻ പറയും. അപ്പോൾ കുഴപ്പമില്ലല്ലോ, ശരിയെന്ന് പറഞ്ഞു. ഓക്കെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അച്ഛനും മക്കളും കൂടെ പോവുക കേട്ടോ. തൊട്ടടുത്ത നിമിഷം പിള്ളേരുമായിട്ട് സ്കൂളിലേക്ക് ചെന്നു നമ്മുടെ ഗൗതം. അവിടുത്തെ പ്രിൻസിപ്പൽ മേഡത്തിനെ കാണുക. അപ്പം നന്ദോട്ട കാര്യത്തിനായി ഓടിയെത്തി നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അഭിനന്ദിക്കേണ്ട കാര്യമൊന്നുമില്ല മേഡം, ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടി തന്നെയല്ലേ. ഒരച്ഛനെന്നുള്ള നിലയിൽ എൻ്റെ മകൻ്റെ ആവശ്യങ്ങൾക്കായി ഓടിയെത്തേണ്ടത് ഞാനല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ എത്ര പേര് ഓടിയെത്തും സർ?
മിക്കവാറും അവരവരുടെ ജോലികളും ഒക്കെ ആയിട്ട് ഓരോരുത്തർ തിരക്കിലും കാര്യങ്ങളിലാക്കിയിട്ടും അപ്പോൾ അവരുടെ ജോലിക്കും പ്രൊഫഷനും ഒക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മകനേക്കാളും വലുതല്ല മേഡം ഈ ലോകത്ത് ഒരു കാര്യമെന്നും പറഞ്ഞ് ഗൗതം. അപ്പം നന്ദു കേട്ടല്ലോ, നീ എത്ര ലക്കിയാണെന്ന് ഞാനിനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇത്രയും സ്നേഹമുള്ള ഒരു പപ്പയെ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഡം ഇങ്ങനെ പറയുന്നത് ഗൗരിക്കുഞ്ഞ് കേട്ടോണ്ട് നിൽക്കുന്നിട്ട് ഗൗരി ഇങ്ങനെ മുഖം വിഷമിച്ച് തല കുനിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിങ്ങൾ കുട്ടികൾ പോയി കളിച്ചോട്ടോ എന്നും പറഞ്ഞിങ്ങനെ ഞാൻ നന്ദുവിൻ്റെ പപ്പയുമായി കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നും പറഞ്ഞു. അപ്പം നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞ് ഗൗതവും പിള്ളേരെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവരങ്ങ് പോയി കഴിഞ്ഞപ്പം അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ നല്ലൊരു അടുപ്പമുണ്ടല്ലോ മേഡം, ഏതോ ഒരു മുജന്മ ബന്ധം പോലെ എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് ഗൗതം സാർ എന്ന് മേഡം പറയുക. ആ കുട്ടിയും അവളുടെ അമ്മയുമാണ് കഴിഞ്ഞ രാത്രിയിൽ നന്ദുവിന് വലിയൊരു ആശ്വാസമായതെന്ന കാര്യം പറയുമ്പോൾ ഡോക്ടർ ആൻറ്റി എന്ന് പറഞ്ഞ നന്ദുവിന് ജീവനാ മേഡം, എനിക്ക് അവരെ ഒന്ന് കാണണമെന്നുണ്ട്, ഒരു നന്ദി പറയണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഫോണിൽ വിളിച്ച ഉടനെ തന്നെ ഞാൻ ഡോക്ടറെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്നും ഉടനെ തന്നെ ഡോക്ടർ ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യവും പറഞ്ഞു. എൻ്റെ ദൈവമേ, തൊട്ടടുത്ത നിമിഷം നമ്മുടെ നന്ദതേ അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. നന്ദ കോമ്പൗണ്ടിലേക്ക് കയറുകയും ഇവിടെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ആ സമയത്ത് മേഡം റോഡിൽ വെച്ച് എന്തോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലേ ഗൗതം സാറ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ തനിച്ചല്ലായിരുന്നു മേഡം, അവരെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകാൻ ഒരു സംഘം ശ്രമിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഗൗതം പറയാം. തക്ക സമയത്ത് ഞാനവിടെ എത്തിയത് കൊണ്ട് അനിഷ്ടം ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഭാഗ്യം. അപ്പോൾ അതേ ഗൗതത്തിൻ്റെ തൊട്ടുപുറകിൽ നന്ദ വന്നു കഴിഞ്ഞിരിക്കുന്നു. മുന്നിൽ ഗൗതവും പിന്നിലും നന്ദയും. അപ്പോഴേക്കും നന്ദയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അപ്പം നന്ദ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുക. അപ്പോൾ അങ്ങനെ സംസാരിച്ച് നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതുപോലൊരു ഘട്ടത്തിൽ ഇങ്ങനെയൊരു സംഭവം അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലെന്നൊക്കെ പറഞ്ഞ് ഗൗതം ഇങ്ങനെ മേഡത്തിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഗ്രാമമാണെന്ന് കരുതി എല്ലാ മനുഷ്യരും നല്ലവരാണെന്നുള്ള അർത്ഥമൊന്നും ഇല്ല സാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നന്ദയുടെ ഫോണിൽ കിട്ടുന്നില്ല. അപ്പോൾ ഗൗതം സാർ വരൂ, നമുക്ക് ഓഫീസിലിരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഓഫീസിലേക്ക് പോകുമ്പോൾ നന്ദ ഓടി പിള്ളേരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ പിള്ളേർക്കരികിലേക്ക് വന്നപ്പം എന്താ മക്കളെ എന്തു പറ്റി, പ്രിൻസിപ്പൾ വിളിച്ചപ്പോൾ എൻ്റെ ചങ്ക് കത്തിപ്പോയല്ലോ എന്ന് നന്ദ പറഞ്ഞു. നിങ്ങൾ എന്തിനാ തനിച്ചിറങ്ങിപ്പോയതെന്നൊക്കെ ചോദിക്കുക. അതുകൊണ്ടല്ലേ അപകടം ഉണ്ടായത്. അപ്പോൾ സോറി അമ്മേ, ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പിന്നെ അമ്മേ നന്ദുവിൻ്റെ പപ്പയെ ഞങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ആണോ, ആഹാ, എന്നിട്ട് പപ്പ എവിടെയാണെന്ന് ചോദിക്കുമ്പം ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദൂട്ടൻ നമ്മുടെ നന്ദയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇവരെ കാണാനില്ല. അപ്പോൾ പിള്ളേർ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടാണല്ലോ അകത്തേക്ക് പോയത്. അപ്പോൾ പിള്ളേർ വന്ന് നോക്കിയപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ എവിടെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ പോയി കാണും എന്ന് നമ്മുടെ ഗൗരി പറയും. നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടെ അങ്ങോട്ട് പോവുക. ഈ സമയത്ത് മേഡവും ഗൗതവും കൂടെ ഇവിടെ നിന്ന് സംസാരിക്കുവാണ്. എന്തായാലും അപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ നന്ദുവിൻ്റെ കാര്യം വളരെ കഷ്ടത്തിലായേനെന്ന് മേഡം പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ആ ഡോക്ടറെ കണ്ട് നന്ദി പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഗൗതം ഇരിക്കാം. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ വന്ന് കാണും, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഗൗതത്തിൻ്റെ ഫോണിലേക്ക് കോള് വന്നു. ഗൗതം അന്നേരം ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ സമയത്ത് നന്ദയെ പ്രിൻസിപ്പൾ മേഡം കണ്ടു. പ്രിൻസിപ്പൾ മേഡം കണ്ടിട്ട് ഇങ്ങനെ ഗൗതം കാണാനുള്ള കാര്യം, ഇപ്പോൾ ഗൗതം ആണെന്ന് അറിയില്ല, നന്ദുവിൻ്റെ പപ്പ കാണാൻ വന്നിട്ടുണ്ടെന്നും അതുപോലെ തന്നെ നന്ദി പറയാനൊക്കെ ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയാം. അപ്പോൾ അദ്ദേഹത്തിനോട് എനിക്കും നന്ദി പറയേണ്ടതായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ നന്ദയോട് മേഡവും പറയുക. ഗൗരിയുടെ കാര്യത്തിൽ മാത്രമേ ഒരു നന്ദി പറച്ചിലിൻ്റെ കാര്യമുള്ളൂ, അപ്പോൾ ഇവനും എൻ്റെ മോന അല്ലേടാ എന്ന് നന്ദ ചോദിച്ചു. പിന്നെ അല്ലാതെ എന്ന് നന്ദൂട്ടൻ. അപ്പം എങ്കിൽ പോരെ, അദ്ദേഹം ഓഫീസിലുണ്ട് എന്നും പറഞ്ഞിങ്ങനെ മേഡം ഇവരെ കൂട്ടിക്കൊണ്ട് പോവുക. ഈ സമയം നിന്നപ്പോൾ തന്നെ നമ്മുടെ നന്ദയുടെ ഫോണിലേക്ക് അടുത്ത കോള് വരുന്നു. അയ്യോ ആണോ, ശരി സാർ, ഓക്കെ, ഞാൻ ഉടനെ എത്തിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് മേഡം അതെ എനിക്കൊരു എമർജൻസി വന്നു. എന്താ നന്ദ? അല്ല, ഒരു ഡെലിവറി കേസാണെന്നും നോർമൽ ആകുമെന്നാണ് പ്രതീക്ഷിച്ചത്, ഇപ്പോൾ സിസേറിയൻ വേണ്ടി വരുമെന്നും ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി നന്ദ എന്നും പറഞ്ഞ് മേഡം പറഞ്ഞയക്കുക. അതിനുശേഷം മരുന്നൊക്കെ കഴിച്ചോളണേ മോനെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദൂട്ടനോട് പറഞ്ഞു. ആൻറ്റി സ്പെഷ്യലായിട്ട് കുമ്പളപ്പം ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്, കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദതേ അവിടെ നിന്ന് ഓടിപ്പോവുക. നന്ദ അങ്ങനെ ഓടിപ്പോയപ്പോഴേക്കും പിള്ളേർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ പിള്ളേർ രണ്ടുപേരും കൂടെ വന്നപ്പം സോറി കേട്ടോ, ഡോക്ടർക്ക് ഒരു കോള് വന്ന് ഹോസ്പിറ്റലിലേക്ക് തന്നെ എമർജൻസി ആയിട്ട് പോവേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പം അയ്യോ അത് വലിയ കഷ്ടമായല്ലോ എന്ന് ഗൗതം. എനിക്കാണെങ്കിൽ അധികം വൈകാതെ പോകുകയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ഡോക്ടറോട് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു മേഡം എന്ന് പറഞ്ഞ് മോനെ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് നന്ദൂട്ടനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഗൗതം പോകുക. അപ്പോൾ നന്ദൂട്ടനെ കെട്ടിപ്പിടിച്ച് ഗൗരി ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തോടെ അവിടെ നിന്ന് പിരിയും കേട്ടോ. ആ സമയത്ത് ഗൗതത്തിനാണെങ്കിലും ആ മേഡത്തിനാണെങ്കിലും ഇവരുടെ ആത്മബന്ധം കണ്ടിട്ടേ ഒരുപാട് സന്തോഷമായി. അപ്പോൾ പോട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗരിയെ
ചേർത്ത് പിടിച്ചിട്ടൊക്കെയാണ് ഗൗതം പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗൗരിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ദീവരത്തിൽ നമ്മുടെ അരുന്ധതി തമ്പുരാട്ടിയും പവിത്രയൊക്കെ കൂടെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ലക്ഷ്മിയെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നന്ദു പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ആഴ്ചയോ മാസമോ ആയതുപോലെയൊക്കെയാണ് തോന്നണമെന്നും പറഞ്ഞുകൊണ്ട് പറയുക. ഈ വീട് ഉറങ്ങിയതുപോലെ ആയില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഗൗതമോൻ പോയിട്ടും ദിവസം എത്രയായി എന്നുള്ള കാര്യവും ചോദിക്കുക കേട്ടോ. എല്ലാം കൂടി ചേർന്നപ്പോൾ ജീവിതം തന്നെ അനക്കും അറ്റത്ത് പോയതുപോലെ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിങ്കി ചേച്ചിയുടെ കാര്യം വലിയ കഷ്ടമാണ്. ഒന്നിനും ഒരു ഉത്സാഹവും ഇല്ല. വീട്ടിലെ കാര്യമോ ഒന്നും ശ്രദ്ധിക്കാതെ സദാസമയവും എന്തോ ആലോചനയിൽ മുഴുകിയതുപോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതം മാറി നിൽക്കുമ്പോഴേ അവൾ പകുതിയായെന്നും നന്ദുമോനും കൂടി ഇവിടെ നിന്ന് പോയപ്പോൾ പിന്നെ പറയേണ്ട കാര്യമുണ്ടോയെന്നും അരുന്ധതി ചോദിക്കുക. പാവം പിങ്കിമോളുടെ ജീവിതം ഇങ്ങനെ കരിഞ്ഞു പോകുന്നതിലാണ് എനിക്ക് സങ്കടമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ലക്ഷ്മി അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ പിങ്കി ഇറങ്ങി വരുമോ ഹലോ എന്നും പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ പിങ്കിയെ നോക്കുക. പിങ്കി ഭയങ്കര ചിരിയൊക്കെ അഭിനയിച്ച് ഇറങ്ങി വരുന്നത്. അവരിതേ ഇപ്പം ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യം പറഞ്ഞു. അന്നേരത്തേക്കും പിങ്കിയെ ഭയങ്കര സ്നേഹം. അങ്ങനെ ആ ഒരു നമ്മുടെ അരുന്ധതി ഇങ്ങനെ ചോദിച്ചു, എന്താ ഇന്ന് ഭയങ്കര സ്നേഹമെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് രണ്ടു പേരാ, ഗൗതവും നന്ദുമോനും. എങ്കിൽ ഞാൻ ചോദ്യം പിൻവലിക്കുന്നു. അതെന്താ നീയൊക്കെ ചോദ്യം പിൻവലിക്കുന്നതെന്ന് പിങ്കി ചോദിക്കുമ്പോൾ അവർ പിന്നെ ഉടനെ ഒന്നും വരത്തില്ലല്ലോ, അതാണെന്ന് പറഞ്ഞപ്പം ഞാൻ അവർ വരട്ടെ എന്ന് വിചാരിച്ച് അവരിപ്പോൾ വരും. കാണണമെന്ന് ചോദിച്ചു. അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പിങ്കി ചേച്ചിയുടെ കയ്യിൽ വലിയ ട്രാക്കിംഗ് മെഷീൻ ഉണ്ടോ എന്ന് ചോദിച്ചു. നീ ഫസ്റ്റ് ചോദിച്ചതിനുള്ള ഉത്തരം പറ. ഞാൻ ആഗ്രഹിച്ച ഗൗതം നന്ദുമോനും വരുന്നത് നിനക്ക് കാണണോ? എനിക്ക് കാണണോ എന്ന് പവിത്ര പറഞ്ഞു. അപ്പോൾ അരുന്ധതിയും ലക്ഷ്മിയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും, അതെന്ത് സംഭവമെന്ന്. എന്ന് എണ്ണിക്കോ, 10 വരെ എണ്ണുന്നതിന് മുന്നേ ഗൗതവും നന്ദുമോനും ഇവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നീ കൗണ്ട് ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കൊച്ചും ഗൗതവും കൂടെ വന്നു. അവർ വരുവാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടാണ് പിങ്കി വന്ന് വേഷം കെട്ട് കാണിക്കുന്നത്. എന്തായാലും ഗൗതവും അതുപോലെ കുഞ്ഞും കൂടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനുള്ള ആ ഒരു ക്യൂവിലാണ്. എവിടെയായിരുന്നു നിൻ്റെ മോനെ, എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഇന്നലെ പോയതല്ലേ ഉള്ളൂ അല്ലേ പാപ്പാ എന്ന് ചോദിക്കുമ്പോൾ അതെ അതറിയാമല്ലോ മോനെ, പക്ഷേ മോനെ കാണാഞ്ഞിട്ടേ മുത്തശ്ശിയുടെ മനസ്സ് ഒത്തിരി വിഷമിച്ചെന്നൊക്കെ പറഞ്ഞു. അതാ കുറേ ദിവസം ആയതുപോലെ തോന്നിയതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഗൗതമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കൺഗ്രാറ്റ്സ് മോനെ, കമ്മീഷണറായിട്ട് അമ്മയുടെ പൊന്നു മോൻ ചാർജ് എടുത്തതിന് അമ്മ മോന് വേണ്ടി പായസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും പിങ്കി ചേച്ചി എങ്ങനെയാണ് ഇവരിപ്പോൾ തന്നെ വരുന്നു മനസ്സിലാക്കിയത് എന്ന് പവിത്ര ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞതാണെന്ന് നമ്മുടെ നന്ദൂട്ടൻ പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ പിങ്കി. അത് ശരി മോനെ, മോൻ്റെ അമ്മയുണ്ടല്ലോ ഒരു കള്ളിയാണെന്ന് പവിത്ര പറഞ്ഞു. അപ്പോൾ കേട്ടോ മോനെ, പിന്നെ മോനെ അമ്മയെ മിസ് ചെയ്തായിരുന്നോ? അപ്പോൾ എല്ലാവരെയും മിസ് ചെയ്തു എന്ന് കൊച്ചങ്ങ് പറഞ്ഞു. ആ കുഞ്ഞിനെ എടുത്ത് കയ്യിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ തന്നെ അന്ന് കനകമ്മ പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് വലിയ ഗുണമൊന്നുമില്ലാത്ത മോനാണെന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കൊച്ചിൻ്റെ കാര്യം. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോയി പായസം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ അമ്മ പായസം എല്ലാവർക്കും കൊടുക്കും, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ നിന്ന് പോകുന്നു. പിങ്കി ആർക്കും വേണ്ടാത്തവളായിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ പവിത്ര നന്ദൂട്ടനെ പിടിക്കാൻ നിന്നപ്പം മോനെ ഞാൻ ആർക്കും വിട്ട് തരത്തില്ലെന്നും പറഞ്ഞ് കുറച്ച് സമയത്തേക്ക് എനിക്ക് വേണമെന്നും പറഞ്ഞ് അരുന്ധതി ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞു. പിങ്കി ഇങ്ങനെ കറിവേപ്പിലായിട്ട് ഇങ്ങനെ മേപ്പോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിങ്കിക്ക് ഇപ്പം ചുരുക്കം പറഞ്ഞ ആരുമില്ല. പക്ഷെ പിങ്കി എന്തിനോ വേണ്ടി കടിച്ചു തൂങ്ങി അവിടെ കിടക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് പിങ്കി കയറി വരുന്നു. പിങ്കി കയറി വന്നപ്പോൾ പിങ്കി ഞാനൊന്ന് റെഡിയാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ, അല്ല ഒന്ന് പുറത്തേക്ക് നിന്നാ എനിക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് അപ്പോൾ ഞാനെന്താ അത്രയ്ക്ക് അന്യാണോ ഗൗതം എന്ന് പിങ്കി ചോദിച്ചു ഗൗതത്തിനോട്. റൂംമേറ്റ്സായ സുഹൃത്തുക്കൾ തമ്മിലടിക്കുന്ന സ്വാതന്ത്ര്യം പോലും നമ്മൾ തമ്മിലില്ലേ എന്നൊക്കെ പിങ്കി ചോദിക്കുക കേട്ടോ. അപ്പോൾ പിങ്കി പ്ലീസ് താൻ ഇങ്ങനെ വാക്കുകളെ വളച്ചൊടിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളച്ചൊടിച്ചതൊന്നും അല്ല ഗൗതം, എനിക്ക് മനസ്സിലാവാത്തതല്ല നിങ്ങളൊക്കെ കാണിക്കുന്ന ഈ ഒരു അവഗണന എന്നും പറഞ്ഞ് പിങ്കി പറയാം. ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ പോയേക്കാമെന്നും പറഞ്ഞു പിങ്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിങ്കി താനങ്ങനെ പിണങ്ങിപ്പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഗൗതം പിങ്കിയോട് പറഞ്ഞു. പിന്നെ താനെന്തോ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതാണല്ലോ സംസാരിക്കുമ്പോഴൊക്കെ ഈ പരിഭവ ചുവ ഉള്ളത് എന്നൊക്കെ. എന്തു പറ്റി, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം എനിക്കറിയാം ഗൗതം, റെക്കോർഡുകളിൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ടുള്ളത്. നന്ദുമോനെ നമുക്ക് കിട്ടാനും ഈ
ഈ വീട്ടിൽ നന്ദൂട്ടനെ കിട്ടാനും വേണ്ടിയുള്ള വെറും വേഷം കെട്ടലിന് എനിക്ക് തന്ന ഭാര്യ വേഷത്തിന് വിലയോ മൂല്യമോ കൽപ്പിക്കണമെന്ന് അതിന് വാശി പിടിക്കാൻ എനിക്ക് അർഹതയില്ലല്ലോ. അപ്പം താൻ എന്തൊക്കെയാണ് പിങ്കി പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനും ഒരു മനുഷ്യജീവി അല്ലേന്ന് ചോദിച്ചു. മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് എനിക്കും ഇല്ലെന്ന് പിങ്കി ചോദിക്കുമ്പോൾ പിങ്കി തൻ്റെ മൂല്യം താൻ തിരിച്ചറിയുന്നില്ല എന്ന് ഗൗതം പിങ്കിയോട് പറയുന്നു. ഭാര്യ എന്ന പദവിക്കും എത്രയോ ഉയരെയാണ് എൻ്റെ മനസ്സിൽ തൻ്റെ സ്ഥാനമെന്ന് ഗൗതം ഇങ്ങനെ പിങ്കിയോട് പറയുന്നു. ഭാര്യയെ കണ്ട് സ്നേഹിച്ച് ആനന്ദിച്ച് ജീവിച്ച നന്ദ എൻ്റെ മകനെയും കൊണ്ട് ഇറങ്ങിപ്പോയി. അതോടെ ജീവിതം തീർന്നു പോയവനാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് പറയുക. മരണത്തിലൂടെ നന്ദ എൻ്റെ ജീവിതം ഇരുട്ടിലേക്ക് തള്ളിയിടിക്കുക ചെയ്തതെന്നും അവിടെ നിന്നും പിങ്കിയാണ് എന്നെ രക്ഷിച്ചെടുത്തതെന്നും ഗൗതം പിങ്കിയോട് പറയുവാണ്. നന്ദുമോൻ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നീ അവൻ്റെ അമ്മയാവാൻ തയ്യാറായി. അച്ഛൻ്റെയും അമ്മയുടെയും വല്യമ്മയുടെയും കാര്യങ്ങൾ വല്യമ്മയുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഉത്തമയായ ഒരു മരുമകളായി നിന്ന് നീ ചെയ്തു തീർത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. നന്ദുവിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അമ്മയായി നീ മാറിയെന്നൊക്കെ പറഞ്ഞ് ഗൗതം പിങ്കിയോട് ഭയങ്കര ഇതായിട്ട് പറയുക. ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഈ വീട്ടിലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നീ അല്ലേ പിങ്കി നെടുന്തൂണായി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പക്ഷേ പറയുമ്പോൾ ഒരുപാട് പറയുന്നു എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് ആർക്കും എന്നോട് ഒരടുപ്പവും ഇല്ലെന്ന് എനിക്ക് അറിയാമെന്ന് പിങ്കി പറഞ്ഞു. എത്ര ദിവസം കൂടിയാ ഗൗതം ഇങ്ങോട്ടൊന്ന് വന്നത്? എന്തെങ്കിലും ഒരു വിഷയം ഗൗതം എന്നോട് സംസാരിച്ചോ? നന്ദു വന്നു എന്നോടവൻ സംസാരിച്ചോ? ഇല്ല, ആരുമില്ല. ഇതിനെയൊക്കെ അവഗണന എന്നല്ലാതെ വേറെന്താ ഞാൻ പറയേണ്ടതെന്ന് ചോദിച്ചോട്ട് പിങ്കി ഭയങ്കര ഡയലോഗ് ഇറക്കുമ്പം ഞാൻ ഇത്രയും സംസാരിച്ചില്ലേ പിങ്കി? എന്താ അത് പോരെ? ഇതിനപ്പുറം എന്ത് വിഷയമാണ് നമ്മൾ തമ്മിൽ സംസാരിക്കാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗൗതത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദയാണല്ലേ എന്ന് പിങ്കി ചോദിച്ചു. അപ്പോൾ ഗൗതത്തിന് മറുപടിയില്ല. സത്യം പറ ഗൗതം. അത് കേട്ടപ്പോൾ പിങ്കി എൻ്റെ മനസ്സിൽ ആരുമില്ല. അല്ലെങ്കിൽ തന്നെ ഈ മരിച്ചു പോയവരൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് നടക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഗൗതം, ഇല്ല. നിങ്ങൾക്ക് നന്ദയെ മനസ്സിൽ നിന്ന് കളയാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതാ എന്നോട് ഇങ്ങനെയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് പിങ്കി കരയുക. അപ്പോൾ പിങ്കിയുടെ പറച്ചിൽ കേട്ടപ്പോൾ ബാക്കിയോട് നീ പറ അതാണ് ഞാൻ നിന്നോട് അടുപ്പം കാണിക്കാത്തതെന്നല്ലേ, പിന്നെ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാത്തതെന്നല്ലേ? അതെ, അങ്ങനെ തന്നെയാണെന്ന് പിങ്കി പറയുമ്പോൾ കഷ്ടമാണ് പിങ്കി, കഷ്ടം കേട്ടോ. എല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ഗൗതം ചോദിച്ചു. എൻ്റെ മോന് വേണ്ടി മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ജീവിതം പോലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ പറയുക. ഗൗതത്തിന് ഇപ്പം മര്യാദയ്ക്കും താണ് കേളിൽ നിന്ന് സംസാരിക്കാനൊക്കെ അറിയാം. നന്ദയായിരുന്ന സമയത്ത് എപ്പോഴും നന്ദയോട് കടിച്ചു കീറാനുള്ള രീതിയിലായിരുന്നു സംസാരവും രീതികളും. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ നന്ദയുടെ തലയിൽ കയറിയിരിക്കും. എൻ്റെ അഭിമന്യു മോനെ എനിക്ക് സ്നേഹിച്ചു കൊതി തീർന്നിരുന്നില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ആ കടം തീർക്കാൻ വേണ്ടി മാത്രമാണ് നന്ദുവിനെ ഞാൻ സ്നേഹിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുക. അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ നികത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പം എനിക്കും നന്ദു മാത്രമല്ലേ ഉള്ളൂ ഗൗതം, വേറെ ആരെങ്കിലും ഉണ്ടോ? അവൻ്റെ അമ്മയായി ജീവിക്കുന്നതാ എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഭാഗ്യത്തിന് വേണ്ടി മാത്രമാണ് ഭാര്യ ഭർത്താക്കന്മാരായി വേഷം കെട്ടി നമ്മളിവിടെ നിൽക്കുന്നത്. അവൻ്റെ മനസ്സിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ആ സെക്യൂരിറ്റി കൊടുക്കണം. അത് മാത്രമേ എൻ്റെ മുന്നിൽ ഒരു ലക്ഷ്യമായിട്ടുള്ളൂ. മറ്റൊന്നിനും എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം ഇല്ല എന്നും പറഞ്ഞ് പിങ്കിയോട് മേലിൽ ഇത്തരം കാര്യങ്ങൾ പറയരുതെന്നും പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ നിന്നും അവഗണിച്ച് മാറ്റി നിർത്തുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.